കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ് ഒരു വലിയ പദവിയാണ്. കെ സുധാകരൻ അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവായ VD സതീശനുമായി തർക്കമുണ്ട്. കുറേ കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇപ്പോഴത്തെ പ്രശ്നം കെ സുധാകരനെ ആ പദവിയിൽ നിന്ന് മാറ്റണം. കാരണം കെ സുധാകരനെ മാറ്റിയിട്ട് വീണ്ടും ഒരു പിണറായി സർക്കാരിനെ കേരളത്തിൽ അവരോധിക്കണം. അപ്പോൾ ഇത് തമ്മിൽ എന്താ ബന്ധമെന്നൊരു സംശയം തോന്നും. സത്യത്തിൽ CPMന് വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി കോൺഗ്രസിന് കുറേ പണം നൽകുന്നു. ഈ പണവുമായിട്ട് മുന്നോട്ട് പോകാൻ കെ സുധാകരൻ തടസ്സമാണ്. അതിനുവേണ്ടി വെട്ടി നിരത്തുന്നു. ഞാൻ ഈ പറഞ്ഞതിനകത്ത് വാസ്തവമല്ല ഉണ്ടാവും. അങ്ങനെ വായിക്കുന്നവരുണ്ടാവും. കാരണം ഇങ്ങനെ കോൺഗ്രസ്സിലെ ചില ലോബികൾ പണം വാങ്ങിയിട്ടാണ് ഈ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി തിരിച്ച് എന്ന് പറയുന്ന വാർത്തകളുടെ ഉറവിടം എവിടെയെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നീക്കമല്ല. അത് എനിക്കൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും അതിശക്തമായിട്ട് അതിനെ എതിർക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ നേതാക്കൾ പക്വതയോടെ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമാണ് ഞങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം അതാണ്. കാരണം ഇപ്പോൾ KPCC പ്രസിഡന്റ് മാറ്റേണ്ട യഥാർത്ഥത്തിൽ ഒരു കാര്യവുമില്ല. കാരണം തെരഞ്ഞെടുപ്പ് വന്ന് വാതിലിങ്ങനെ മുട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഇതിനകത്ത് സമവാക്യങ്ങൾ വ്യത്യാസപ്പെടുത്തുകയും കലാപങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ആർക്ക് ഗുണം ചെയ്യും എന്ന് ചോദിച്ചാൽ അത് CPMന് ഗുണം ചെയ്യുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാവുന്നവരാണ്. അപ്പം ബോധപൂർവം CPMന് ഗുണം ചെയ്യുകയും വീണ്ടും പിണറായി സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് നടത്തുന്ന ഒരു പ്രവർത്തനമാണ് ഇവരുടെ ഈ നീക്കത്തിന് പിന്നിലുള്ളത് എന്നതാണ് പൊതുവെ കോൺഗ്രസിനകത്ത് തന്നെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആരൊക്കെ പണം വാങ്ങിച്ചിട്ടാണ് ഈ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതെന്ന് ശക്തമായിട്ട് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഗുരുതരമായിട്ടുള്ളൊരു പ്രതിസന്ധി കോൺഗ്രസിനെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സുധാകരൻ സ്വയം മാറുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ സുധാകരൻ ഇപ്പോൾ മാറില്ല എന്നാണ് നമ്മൾ വാർത്തകൾ മനസ്സിലാകുന്നത്. കാരണം അദ്ദേഹം രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ ഖാർഗെയൊക്കെ കണ്ട സമയത്ത് അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. കാരണം സുധാകരൻ KPCCയുടെ പ്രസിഡൻ്റായിട്ട് വരുന്ന സമയത്ത് കേരളത്തിൽ ഉടനീളം കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശമായിരുന്നു. ആ ആവേശം ഉണ്ടാകുന്നതിന് ഒരു കാരണമുണ്ട്. എന്താണ്? CPMൻ്റെ ഗുണ്ടായുസത്തിനെതിരെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള കരുത്ത്, അടിച്ചാൽ തിരിച്ചടിക്കാൻ, പത്തര വെട്ടി അടിച്ചതിൻ്റെ ഇടയിൽ വേറെ അതിനേക്കാൾ ശക്തമായിട്ടുള്ള സാധനം എടുത്ത് അടിക്കാൻ തയ്യാറാവുന്ന ഒരു പ്രതീകമായി കണ്ണൂരിൽ നിന്ന് തന്നെ അല്ലേ? അതെ, കണ്ണൂരിൽ നിന്ന് തന്നെ. കണ്ണൂരിലെ രാഷ്ട്രീയത്തിനെതിരെ കണ്ണൂർ രാഷ്ട്രീയം തിരിച്ചടിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നേതാവ് എന്ന നിലക്കാണ് സുധാകരൻ അണികൾ സ്വീകരിച്ചു. എനിക്ക് തന്നെ അറിയാം, ഒരുപാട് കോൺഗ്രസ്സുകാരുടെ ഒരു ആവേശമാണ് അദ്ദേഹം. അവരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. അങ്ങനെ കോൺഗ്രസ്സിനെ അതായത് രണ്ട് ആവശ്യം, CPMമായിട്ട് അടിയുണ്ടാക്കുമ്പോൾ CPMൻ്റെ ഒരു മേക്കരുത്ത് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ അവരുടെ ഒരു ഫിസിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത്, അതിനോട് അടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്ന ഒരു ഫോഴ്സ് കോൺഗ്രസ് കാണിച്ചാൽ മാത്രമേ കോൺഗ്രസ്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോൺഗ്രസ്സിന് ഈ CPMനെ പ്രതിരോധിക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ടാണ് സുധാകരൻ്റെ വരവെന്ന് പറഞ്ഞാൽ വലിയ ആവേശമായി മാറിയത്. പക്ഷേ കോൺഗ്രസ്സിനകത്ത് എക്കാലത്തും ഗ്രൂപ്പുകൾ രൂപം കൊള്ളുകയും പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാവുകയും പഴയത് പൊളിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ അധികാരത്തിൻ്റെ സംവിധാനങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ എല്ലാവരും ആവേശത്തോടെ കൊണ്ടുവരുന്ന നേതാവിനെ ചില സമയത്ത് പിന്നിൽ നിന്ന് കുത്തി താഴെയിടാനായിട്ട് അതിനകത്ത് തന്നെ ചില ലോബികൾ കൃത്യമായിട്ട് പ്രവർത്തിക്കും. ആ ഒരു പ്രവർത്തനമല്ലേ ഇത് എന്ന് പലരും സംശയിക്കുന്നുണ്ട്. കാരണം ഇതാണ്, തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. നമുക്കറിയാം, ഇപ്പോൾ തൃശ്ശൂർ പൂരം ഒരു കുഴപ്പമില്ലാതെ വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതെ. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അവസരത്തിലായിരുന്നെങ്കിൽ ഇങ്ങനെ പൂരം നടത്താൻ ആരും അനുവദിക്കില്ല. പൂരം കലക്കും, തർക്കമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പില്ല, അതുകൊണ്ട് അവിടെ സുഖമായിട്ട് പൂരം നടക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സമയത്തിൽ KPCC പ്രസിഡന്റിനെ മാറ്റാം, പുതിയ ആളെ കൊണ്ടുവരാം, അങ്ങനെയുള്ള പ്രക്രിയകളിൽ ഏർപ്പെടാം. കാരണം അതിനുള്ള സാവകാശമുണ്ട്. പക്ഷേ ഒരു സംശയം ചോദിച്ചത്, ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ മൂന്നാമതൊരു LDF സർക്കാർ കൂടി വരുമെന്ന് അവരുടെ പാർട്ടി കോൺഗ്രസിലേക്ക് അല്ലെ സംസ്ഥാന സമ്മേളനത്തിലേക്കൊക്കെ കടന്നപ്പോൾ തന്നെ അവർ ശക്തമായിട്ട് അവകാശവാദം ഉന്നയിച്ചു. അങ്ങനെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ CPM ഭരണത്തിൽ മനം മടുത്ത കുറേ അധികം ആൾക്കാർ കോൺഗ്രസിലുണ്ട്. അപ്പോൾ അവരിൽ കുറേ പേര് BJP ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ കെ സുധാകരനെ എന്തിനാണ് മാറ്റുന്നത്? ഇപ്പോൾ പറയുന്ന കാരണം കെ സുധാകരന് ഓർമ്മക്കുറവുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, കെ സുധാകരൻ ഒട്ടും യോജിക്കുന്ന ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ഇവിടെ KC വേണുഗോപാൽ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയോട് അടുപ്പമുള്ള നേതാവ് കൃത്യമായി ചില ഇടപെടലുകൾ നടത്തുന്നതാണെന്ന് മറുപക്ഷം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ പിണറായിക്ക് KC വേണുഗോപാൽ ബന്ധം ഇതൊക്കെ ശരിയാണോ? അല്ലേ, രാഷ്ട്രീയത്തിൽ എന്തൊക്കെ നടക്കണം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം അസാധാരണവും അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കങ്ങളിലൂടെയാണ് രാഷ്ട്രീയം ചടുലമായി സഞ്ചരിക്കുന്നത്. അങ്ങനെയാണ്, നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ. വമ്പൻ ട്വിസ്റ്റ് വേണം അല്ലേ? വമ്പൻ ട്വിസ്റ്റുകളാണ്.
ഇവിടെയും ഇക്കാര്യത്തിലും അങ്ങനെ തന്നെ വേണമെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം CPM വളരെ കൃത്യമായിട്ട് അവരുടെ പാർട്ടി കോൺഗ്രസും അതുമാതിരി അതിൻ്റെ സംഘടനാ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മൂന്നാം പിണറായി സർക്കാർ, അല്ലാണ്ട് പിണറായി സർക്കാർ, മൂന്നാം പിണറായി സർക്കാർ ദാ വരുന്നു, അതിനുള്ള എല്ലാ പരിപാടികളും ചെയ്യുന്നു. മൂന്നാം പിണറായി സർക്കാർ എന്ന് പറയുന്നത് ഏത് രീതിയിലും അവർക്ക് സാക്ഷാത്കരിക്കാനായിട്ട് ഏത് രീതിയിലുള്ള ഇടപെടലുണ്ടാകും. ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യയശാസ്ത്ര വിഷയമുണ്ട് അവിടെ. പിണറായി സർക്കാർ എന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല. പിണറായി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് നടത്താവുന്ന എല്ലാവിധമായിട്ടുള്ള വ്യക്രിയകളും പ്രക്രിയകളും ഒക്കെ നടത്തി വീണ്ടും അധികാരത്തിൽ വരിക എന്ന് പറയുന്നത്, അതിൽ ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാകാം. സുധാകരന് എതിരായിട്ടുള്ള നീക്കം കോൺഗ്രസിനകത്തുനിന്ന് വരുന്നത് കോൺഗ്രസ്സിന് നല്ലതാണെന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ട്? ഒരാളും കോൺഗ്രസ്സിലുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല, പുറത്തുകൊണ്ടെന്ന് കണക്കാക്കുന്നില്ല. കാരണം എപ്പോഴാണ്, ഏത് സമയത്താണ് പാർട്ടിക്കകത്ത് ഈ കല്ലുകളൊക്കെ ഇളക്കിപ്പറിച്ച് പുതിയ രീതിയിൽ പുനർനിർമ്മിക്കുക എന്ന് പറയുന്ന സമയമുണ്ട്. ആ സമയമല്ലേ ഈ സമയം എന്നുള്ളതാണ്. ഈ സമയം കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതായിട്ടുള്ളൊരു സമയം. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട്, ഇതിൽ പ്രിയങ്ക ഗാന്ധി ഇടപെടുന്നുണ്ട്, രാഹുൽ ഗാന്ധിക്ക് താല്പര്യമുള്ളവരെയാണ് ഇനി KPCCയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ KPCCയുടെ തലപ്പത്തേക്ക് ആര് വരണം, അല്ലെങ്കിൽ ഇനി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും കോൺഗ്രസിനെ നിയന്ത്രിക്കേണ്ടത് ആരാകണമെന്ന് KC വേണുഗോപാലിന് ചില ലക്ഷ്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതുമാണ്. അങ്ങനെയാണെങ്കിൽ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പോലും അപ്രസക്തനായി പോയില്ലേ? അല്ല, KC വേണുഗോപാൽ എന്നതാണ് ഹൈക്കമാൻഡിൻ്റെ ശബ്ദം, നമുക്കെല്ലാവർക്കും അറിയാം. KC വേണുഗോപാലിന് താഴെയാണ് VD സതീശൻ, അല്ലെങ്കിൽ KC പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് VD. അതാണ് വിഷയം. അപ്പോൾ ആ രീതിയിലാണ് അവരുടെ കെമിസ്ട്രി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയും ഈ വിഷയത്തിനകത്തും ആ സംഭവങ്ങളെല്ലാം പാർട്ടിക്കാർ, കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്. അവരെല്ലാവരും കൂടി ഒരു ലോബിയാണ്. അവരെല്ലാവരും കൂടി പ്രത്യേകമായിട്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇയാളെ മാറ്റണം എന്നുള്ളതാണ്. അതിന് പകരം പുതിയ ഒരാൾ വരണം. അപ്പോൾ അവിടെ അതിൻ്റെ അകത്ത് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഒറ്റ കാര്യമാണ് പറയുന്നത്, ഇയാൾക്ക് ഓർമ്മശക്തിയില്ല. സുധാകരൻ അല്ലല്ല, സുധാകരന് ഓർമ്മശക്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വെക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നം. ഓർമ്മശക്തി ഇല്ലാത്ത ഒരാളെ എങ്ങനെയാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരിക്കലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല, ലോജിക്കില്ലാത്തൊരു കാര്യം. അതെ, അപ്പോൾ അയാളുടെ അടുത്ത് മാറ്റം വരും. അതാണ് അവർ പറയുന്നൊരു കാര്യം. പക്ഷേ ഇയാൾക്ക് ഓർമ്മക്കുറവുണ്ടോ എന്നുള്ള കാര്യം ഒക്കെ പരിശോധിക്കാൻ പറ്റുന്നൊരു സമയമാണ് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊക്കെ പറഞ്ഞ് അവർ തന്നെ അവരുടെ പാർട്ടിയെ എഴുത്തുകയാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് എന്നുവെച്ചാൽ KPCC പ്രസിഡന്റിന് ഓർമ്മക്കേട് ഉണ്ട്, ഓർമ്മശക്തി ഇല്ല, വെളിവില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്ന് ഒക്കെ അവർ തന്നെ പറയുന്നതിലുള്ള അതിലൊരു അപക്വതയുണ്ട് ശരിക്കും പറഞ്ഞു. അല്ലെങ്കിൽ അതിൽ അനൗചിത്യമുണ്ട്, നല്ല ഭാഷയിൽ നമ്മൾ പറയാമെന്ന് വെച്ചാൽ. അതൊക്കെ അവർ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പോൾ പുറത്ത് കളയണമെങ്കിൽ എന്ത് തന്ത്രം ഉപയോഗിക്കാം? അല്ല, സുധാകരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്നെ മാറ്റിക്കോ, കുഴപ്പമില്ല, പക്ഷേ എന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അവമാനിക്കുന്നത്? ഇതൊരു അവമാനിക്കലാണല്ലോ. കാരണം ഇയാൾക്ക് വെളിവില്ല എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു അവമാനിക്കൽ നടത്താൻ MP കൂടിയാണ്. അതെ, അതൊന്നും ചെയ്യരുത്. അപ്പോൾ അതൊക്കെ അവരങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. നമുക്കെന്നല്ല, പുറത്ത് നിൽക്കുന്ന ആർക്കും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് വെള്ളം കോരി അവസാനം കലമുടക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന. പലരും ചോദിക്കുന്നുണ്ട് ശരിക്കും. ഈ കാലാകാലങ്ങളായി കോൺഗ്രസ്, ഇപ്പം ആന്റണി കാലത്തായാലും കരുണാകരൻ കാലത്താണെങ്കിലും ഒരാളെ തലപ്പത്ത് നിന്ന് മാറ്റണമെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണല്ലോ അന്നും ഒരു ഉന്നയിക്കുന്നത്. ഇയാൾക്ക് ഒരു ആരോഗ്യ പ്രശ്നം, അല്ല ഇയാൾക്ക് ഇന്ന പ്രശ്നം, ഇത് പറഞ്ഞ് നേതാക്കൾ തന്നെ അങ്ങ് പ്രചരിപ്പിക്കുന്നു. അതിപ്പോൾ CPM അങ്ങനെ ഒരു ടാക്ടിക്സ് ഉണ്ട്, മർമറിംഗ് ക്യാമ്പയിൻ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരാളെ പുറത്താക്കാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് അയാൾക്കെതിരെ ഒരു ആരോപണം പതുക്കെ മർമർ ചെയ്യും. അപ്പം അതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോകും. അയാൾ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ രാത്രിയിൽ അങ്ങനെയൊക്കെ പോകാൻ. ഇങ്ങനത്തെ ഒരു പരിപാടി ഈ രാഷ്ട്രീയത്തിൽ വ്യാപകമായി ഇപ്പോൾ വളർന്നു വരികയാണ് വെച്ചാൽ, ഒരാളെ ചീത്തയ്ക്കുക, പെണ്ണുപിടിയനാക്കുക, വെളിവിലാനാക്കുക, ബോധമില്ലാനാക്കുക, പിന്നെ അഴിമതിക്കാരനാക്കുക, ഉണ്ടായാലും ഇല്ലെങ്കിലും അതെല്ലാം പറഞ്ഞ് പ്രചരിപ്പിച്ച് ആ പ്രചരണത്തിൻ്റെ ഒരു ഫോഴ്സിൽ ആളടിഞ്ഞു പോകുന്നതാണ്. ഇപ്പോൾ സുധാകരൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ, സാധാരണ കോൺഗ്രസ്സുകാരൊക്കെ വളരെ സംശയത്തോടെയും അതേപോലെ തന്നെ ആശങ്കയോടും ചോദിക്കുന്നുണ്ട്, സുധാകരന് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ പറഞ്ഞ് ഇയാളെ ഓർമ്മയില്ലാത്തൊരു മനുഷ്യനാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റ് ശത്രുക്കൾ സ്വാഭാവികമായിട്ട്, അല്ലെങ്കിൽ CPM ഈ സാധനം അവതരിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും? ഓർമ്മയില്ലാത്ത ഒരു സംസ്ഥാന പ്രസിഡന്റിനെ കൊണ്ടു നടക്കുന്നതായിട്ടുള്ള പാർട്ടിയാണ്. ഈ പാർട്ടിക്ക് എന്തിനാണ് വോട്ട് കൊടുക്കുന്നല്ലേ ചോദിക്കുള്ളൂ. അതെ. അതാണ്. ഇനിയിപ്പോൾ ഇയാളെ മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും
ഒക്കെ ഈ ചർച്ച തന്നെ കോൺഗ്രസിനെ ഒരു അനിശ്ചിതത്വത്തിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ആരുടെ ബുദ്ധിയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുള്ളതെന്ന് നമുക്കറിയില്ല. ശരി, നമുക്ക് കാത്തിരുന്ന് കാണാം. കാത്തിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.